പാലൂർ പള്ളിയിൽ ഇങ്ങനത്തെ ഒരു നേർച്ചക്കഞ്ഞി വിതരണം തുടങ്ങിയിട്ട് 18 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട്. നമ്മുടെ 10-ാം തീയതി കഴിഞ്ഞ് വരുന്ന 30 ഞായറാഴ്ചയുടെ നേർച്ച ഭക്ഷണം കൂടി ആയപ്പോൾ അതിൻ്റെ നമ്മുടെ എല്ലാ മാസവും നമ്മൾ പൂർവ്വരായിട്ട് തുടങ്ങി വെച്ചാൽ മാസത്തിലെ 10-ാം തീയതി കഴിഞ്ഞ് വരുന്ന 30 ഞായറാഴ്ച ഒരു നേർച്ച ഭക്ഷണമായി തീരുകയും ഇടവക്കാരും മറ്റു മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരും അതൊരു നിയോഗം വെച്ച് അതിൽ പങ്കെടുക്കുകയും തിരുക്കർമ്മങ്ങളിലും നേർച്ച ഭക്ഷണത്തിലും പങ്കെടുത്ത് അവരെ നിയോഗം സാധീകരിക്കുകയുണ്ടായി എന്നുള്ളത് പലരും അറിയിക്കാറുണ്ട്. (2024) താഴത്ത് നേർച്ചക്കഞ്ഞി തയ്യാറാക്കുകയാണ്. പാലയൂർ സെന്റ് തോമസ് തീർത്ഥകണത്തിലെ ഫാദർ ജോർജ് ചെർമലച്ചൻ വികാരിയായിരിക്കുന്ന കാലത്താണ് നമ്മുടെ നേർച്ച ഭക്ഷണം ആരംഭിച്ചത്. അന്നത്തെ തുടങ്ങുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജോസഫ് കൊമ്പൻ അന്നായിരുന്നു അതിൻ്റെ ഇൻചാർജ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും പീറ്ററിനൊക്കെ ഉണ്ടായിരുന്നു അന്ന്, PV പീറ്റർ. അന്ന് വളരെ വിഷമകരമായ സാഹചര്യത്തിലാണ് തുടങ്ങിയത്. അന്ന് പാത്രങ്ങളില്ല, സ്റ്റൗവില്ല, ഗ്യാസില്ല. അന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് ഓലയും മടലും ഒക്കെ എടുത്ത് കത്തിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സഹായത്തിന് വേണ്ടി സിസിലേച്ചി സഹായത്തിന് വന്നിരുന്നു. ചരക്കും മേശ, കസാര, ഫൈബറിൻ്റെ ഒക്കെ സഹായിച്ച് വലിയൊരു വിശ്വാസത്തിലേക്ക് അത് ഉയർന്നു വരികയും നമ്മുടെ 10-ാം തീയതി കഴിഞ്ഞ് വരുന്ന 30 ഞായറാഴ്ചയുടെ നേർച്ച ഭക്ഷണം കൂടി ആയപ്പോൾ അതിൻ്റെ നമ്മുടെ എല്ലാ മാസവും നമ്മൾ പൂർവ്വരായിട്ട് തുടങ്ങി വെച്ചാൽ മാസത്തിലെ 10-ാം തീയതി കഴിഞ്ഞ് വരുന്ന 30 ഞായറാഴ്ച ഒരു നേർച്ച ഭക്ഷണമായി തീരുകയും അതിൽ മറ്റു ഇടവക്കാരും മറ്റു മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരും അതൊരു നിയോഗം വെച്ച് അതിൽ പങ്കെടുക്കുകയും തിരുക്കർമ്മങ്ങളിലും നേർച്ച ഭക്ഷണത്തിലും പങ്കെടുത്ത് അവരെ നിയോഗം സാധീകരിക്കുകയുണ്ടായി എന്നുള്ളത് പലരും അറിയിക്കാറുണ്ട്. ഇത്തരം ഈ വിശ്വാസത്തിലൂടെ ഇത് വളർന്നു വരാനും ഇതിനൊക്കെ സഹായിച്ച അതാത് കാലത്ത് വികാരിയച്ചന്മാരും ഇതിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല മാസത്തിലെ ഈ 30 ഞായറാഴ്ച ആചരണത്തിൽ പങ്കെടുക്കുകയും അവരുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് അവർക്ക് വലിയൊരു അനുഭവങ്ങളുണ്ടായ ചരിത്രമൊക്കെ പലരും പങ്കുവയ്ക്കാറുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശപ്പോഴും ശ്രീഹായുടെ പ്രത്യേകമായ സംരക്ഷണയും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് സ്വീകരിക്കുന്നവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏർലി മോർണിങ്ങിന് ഇവിടെ 4-4:30 ആകുമ്പോഴേക്കും നമ്മളിവിടെ വന്ന് അരി പയറൊക്കെ കഴുകി വെള്ളത്തിലിട്ട് തലേ ദിവസം തന്നെ ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് പോകും. പിന്നെയാണ് പിറ്റത്തെ ദിവസം രാവിലെ ഏർലി മോർണിങ്ങിന് വന്നിട്ട് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇത്ര എന്തായാലും ഒരു 40 കിലോ 40 അരി, അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ട് പയർ, പിന്നെ അച്ചാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇനി 2026 കഴിഞ്ഞ് 27 വരെ നമുക്ക് ഓൾറെഡി വഴിപാടുകളായിട്ട് ബുക്കിംഗായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് കാണുന്നത്. മറ്റിടവക്കാരും ഈ ഇടവക്കാരും എല്ലാവരും ഇതിൽ മാക്സിമം സഹകരിച്ചിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡേവിസ് അച്ഛൻ വന്നിട്ടുള്ള മീറ്റിങ്ങിലാണ് ഇപ്പം എന്നെ കൺവീൻ്റായിട്ട് അച്ഛൻ പറഞ്ഞു അത് പോളേറ്റിന് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഒരു പാചകത്തിൻ്റെ പരിപാടിയിൽ നമുക്കൊരു കണക്ഷൻ ഇല്ലാത്ത ആളായിരുന്നു.
പിന്നെ ഏർലി മോർണിംഗിന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അച്ഛൻ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല, പോളേട്ടൻ എടുത്ത് നടത്തുക, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനോട് ചേർന്നിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ദൈവാനുഗ്രഹം കൊണ്ട് തോമാശ്രീ മുത്തപ്പൻ്റെ അനുഗ്രഹം നന്നായിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളത്. അല്ലാണ്ട് ഇതിൽ നിന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇതുവരെ ഇതിൻ്റെ ഒപ്പം മുന്നേ വർക്ക് ചെയ്യുന്നവരും ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും തോമാശ്രീയുടെ അനുഗ്രഹം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓൾറെഡി ഇപ്പോൾ 2027 വരെ നമുക്ക് ഓൾറെഡി ബുക്കിംഗ് ആണ്. പയർ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ചില സമയങ്ങളിൽ പയറിൻ്റെ ഒപ്പം കായ അരിഞ്ഞിടും. അതുപോലെ തന്നെ കടല, പിന്നെ ഗ്രീൻ പീസ്, ഇങ്ങനെ ഒരേ മാസങ്ങളിലും അങ്ങനെ മാറിയിട്ടാണ് ചെയ്യൽ. പിന്നെ നോയമ്പ് പിടിക്കുന്നതിൻ്റെ മുന്നായിട്ട് ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ, അതിൻ്റെ 2 നോയമ്പ് പിടിക്കുന്നതിന് മുന്നായിട്ട് പല നല്ല സ്പോൺസർമാരുണ്ടാവും. അപ്പോൾ അവർ ബീഫ് സ്പോൺസർ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബീഫ് ഒരു പ്രാവശ്യം ചെയ്തു നമ്മുടെ ബിജുവാണ് മുട്ടത്ത്. അങ്ങനെ പലരും ഓരോ കാര്യങ്ങളിൽ ചെയ്യാറുണ്ട്. പാലയൂരിലെ മണൽ തരികളെ, കളിയക്കുളത്തിലെ ജലകണങ്ങളെ, പാലയൂരിലെ മണൽ തരികളെ, കളിയക്കുളത്തിലെ ജലകണങ്ങളെ, മറക്കുകില്ല നമ്മിലാരും മാർത്തോമായുടെ കാൽപ്പാടുകൾ, മറക്കുകില്ല നമ്മിലാരും മാർത്തോമായുടെ കാൽപ്പാടുകൾ. എത്ര പർവ്വത സാനുക്കളിൽ പൂർവ മഹർഷിമാർ തപസ്സിരുന്നു, എത്ര പർവ്വത സാനുക്കളിൽ പൂർവ മഹർഷിമാർ തപസ്സിരുന്നു.